നമ്മുടെ ശശി തരൂരിൻ്റെ വളരെ വിശ്വപ്രസിദ്ധമായ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. ആ പോസ്റ്റ് വളരെ രസകരവും വിചിത്രവും കമനീയവും ഉത്കൃഷ്ടവും പിന്നെ അതിനപ്പുറത്ത് ഏറ്റവും മനോഹരമായ സംഗതിയുമാണ്. അദ്ദേഹം പറയുന്നത്, ഡോണ്ട് ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ, ദ വിങ്സ് ആർ യുവേഴ്സ് ആൻഡ് ദ സ്കൈ ബിലോങ്സ് ടു നോ വൺ. അതായത് പറക്കുന്നതിന് ആരും അനുവാദം ചോദിക്കാറില്ല, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടേതുമല്ല. ഒരു പക്ഷിയുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് സാക്ഷാൽ നമ്മുടെ ഇംഗ്ലീഷ് മാനായ വിശ്വപൗരൻ്റെ പോസ്റ്റ്. ആ പോസ്റ്റിനെ സംബന്ധിച്ച് നമ്മുടെ സുധാ മേനോൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ്: വിശാലമായ ആകാശവും ചിറകുകളും എപ്പോഴും ഉണ്ടെങ്കിലും വിവേകമുള്ള ഒരു പക്ഷിയും ആ അഹങ്കാരത്തിൽ സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കാറില്ല. കൂട് അഭയം കൂടിയാണ്. 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന ആക്ഷേപം ചിലർ ഉന്നയിച്ചപ്പോഴും മുറിവിണക്കി അഭയം തന്നത് കൂടായിരുന്നു, പുറത്തുള്ള സുന്ദരാകാശമായിരുന്നില്ല എന്നും പക്ഷികൾ ഓർക്കണം എന്നാണ് വളരെ തികഞ്ഞ കോൺഗ്രസ്സുകാരിയായ സുധാ മേനോനാണ് ഈ കുറിപ്പ് എഴുതിയത്. എനിക്ക് വലിയ അടുപ്പവും ഇഷ്ടവും സ്നേഹവുമൊക്കെയുള്ള ആളാണ് സാക്ഷാൽ വിശ്വപൗരനായ ശശി തരൂർ സാറ്. അദ്ദേഹത്തിനോട് വലിയ ലോഹ്യവും ബന്ധവുമൊക്കെ നമ്മൾ സൂക്ഷിക്കാറുമുണ്ട്. എങ്കിലും വിയോജിപ്പുള്ള കാര്യങ്ങൾ ആ വിയോജിപ്പ് അതിൻ്റെ ഏറ്റവും മനോഹരമായി തിരിച്ചു പറയേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇത്തരമൊരു സന്ദർഭത്തിൽ. യഥാർത്ഥത്തിൽ ഈ വിശ്വപൗരൻ എന്ന് പറയുന്ന ആ പേരുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ എന്താണ് ഈ വിശ്വപൗരൻ എന്നുള്ളത് ആർക്കും മനസ്സിലാകാത്തൊരു സംഗതിയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ ഐക്യരാഷ്ട്രസഭയുടെ റേഞ്ചിലുള്ള കൊളോക്കിയൽ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ കളകളാഞ്ചി പുളകളാഞ്ചി എന്നൊക്കെ പറയുന്നത് കേട്ട് പണ്ട് കാലം മുതലേ ഈ ഇംഗ്ലീഷ് ഭാഷയോട് മലയാളികളായ നമുക്കൊക്കെ ഉള്ള ഒരു സ്നേഹ ആനന്ദ വണക്കത്തിൻ്റെ ഭാഗമായി അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതാണ് ഈ വിശ്വപൗരൻ എന്നാണ് കരുതിയത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുമുള്ള ഒരർത്ഥം തേടി ശബ്ദധാരാവലിയിലും ഡിക്ഷണറിയിലുമൊക്കെ നോക്കി. അങ്ങനെ വിശ്വപൗരൻ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ശരിക്കും പിടികിട്ടിയില്ലായിരുന്നു. എന്നാൽ ഈ അടുത്തിടെയായി സ്വന്തം പ്രവൃത്തിയിലൂടെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കിളിയുടെ ഉദാഹരണത്തിലൂടെയും ശശി തരൂർ നമുക്ക് കാണിച്ചു തരികയാണ് യഥാർത്ഥത്തിൽ വിശ്വപൗരൻ എന്താണെന്ന്. എന്ന് വെച്ചാൽ ആരോടും ബാധ്യതയില്ലാത്ത, ആരോടും കൂറില്ലാത്ത, നമ്മളെല്ലാം സാധാരണ പറഞ്ഞാൽ സൗകര്യപൂർവ്വം പണ്ടൊക്കെ ഈ നടന്നു പോകുന്നവർക്ക് എവിടെയെങ്കിലും ഒന്നിന് പോകേണ്ടി വരുമ്പോൾ, വെളിക്കിറങ്ങേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അയ്യത്ത് പോയി കാഷ്ടിക്കേണ്ടി വരുമ്പോൾ കഴുകാനായി കുളം കാണുന്നത് പോലെ എവിടെയാണോ തനിക്ക് ആവശ്യമുള്ളത് ആ സ്ഥലത്ത് വെള്ളം നോക്കി അവിടെ ഇറങ്ങി അത് നിർവഹിച്ചിട്ട് പോകുന്ന ചില ആളുകളെപ്പോലെ എവിടെയാണോ തനിക്ക് അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാവണം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു കൂട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഇടം കിട്ടുന്നത്, അവിടെ കയറി അത് സാധിക്കുക. എത്ര നാൾ സാധിക്കുക എന്ന് ചോദിച്ചാൽ മറ്റ് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ടത് കിട്ടുമ്പോൾ ഇതിനകത്ത് പറ്റുന്ന രീതിയിൽ കാഷ്ടിച്ചിട്ട് പോവുക എന്നൊക്കെ പറയുന്ന ചിലരുടെ പ്രിൻസിപ്പിൾ പോലെ ഒരുതരം അർത്ഥമാണ് ഈ വിശ്വപൗരൻ എന്ന് പറയുന്ന സംഗതിക്കുള്ളത് എന്ന് യഥാർത്ഥത്തിൽ തരൂർജി തന്നെ ഇപ്പം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. തരൂർജി ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള മലയാളത്തിൽ ഇപ്പം അങ്ങ് പറഞ്ഞ ഇംഗ്ലീഷിൽ ഒക്കെ ഈ പറഞ്ഞില്ലേ പറക്കാൻ ചിറകുകളും ഈ പറഞ്ഞ ആകാശം അതിരുകളില്ലാത്തതും പറക്കുന്നവരാരും അനുവാദം ചോദിച്ചല്ല പറക്കുന്നത് എന്നൊക്കെ കിളികളുടെ കഥ പറഞ്ഞ് അങ്ങ് പറഞ്ഞില്ലേ. കിളികളും മനുഷ്യനും തമ്മിൽ മറ്റ് ചില ബന്ധങ്ങളുണ്ട്. കിളികൾക്കാരോടും പ്രത്യേകിച്ച് കടപ്പാടില്ല, ദൈവത്തിനോട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കിളിയുടെ ഉമ്മായോടും പാപ്പായോടും മാത്രമേ ഉള്ളൂ. ശശി തരൂർ എന്ന് പറയുന്ന ആളിന് അങ്ങനെ അങ്ങ് തീരുന്നതല്ലല്ലോ കടപ്പാട്. ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരുന്നത് കൊണ്ട് പണ്ട് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളെല്ലാം വിസ്മരിച്ച് അവരെടുത്ത് വെച്ചു. അവർ സീറ്റ് തന്നു, അവരുടെ പ്രവർത്തകർ ഇടപെട്ട് കഷ്ടപ്പെട്ട് അവർ ജയിപ്പിച്ചു. ആ ജയിപ്പിച്ചതിലൂടെ അങ്ങ് പിന്നെ കേന്ദ്രമന്ത്രിയായി അതിൻ്റെ സുഖങ്ങൾ അനുഭവിച്ചു. അങ്ങയ്ക്ക് മുമ്പും ഈ പറയുന്ന UN സെക്രട്ടറി സ്ഥലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നെങ്കിലും അവർക്കൊന്നും കിട്ടാത്ത സംഗതികളൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങ് കിളിയാണെന്ന് അങ്ങയ്ക്ക് തോന്നുന്നത് അങ്ങയ്ക്കിപ്പോൾ ഈ എവിടെയോ ഒരു മരുപ്പച്ച അക്കരപ്പച്ച കണ്ട്, അല്ലെങ്കിൽ അധികാരമില്ലാതെ തുടരാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലെത്തുന്ന ആ കിളി പോയ അവസ്ഥയിലായതുകൊണ്ടാണ് അങ്ങ് ഈ കിളിയുടെ കഥ ഇപ്പം ഉദാഹരണമായി അങ്ങയുടെ മനസ്സിലേക്ക് വന്നത്. കിളിയല്ല ശശി തരൂർ. കിളിയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെൻറ്റ് ഇലക്ഷന് മത്സരിക്കാനും ജയിക്കാനും MP ആവാനും കേന്ദ്രമന്ത്രി ആവാനും പറ്റില്ലല്ലോ. ഏതെങ്കിലും അങ്ങനെ ചരിത്രത്തിൽ ഒരു കിളി കേന്ദ്രമന്ത്രിയായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കിളിക്ക് ഞങ്ങളാരും വോട്ട് പിടിച്ചിട്ടില്ല, വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ മനുഷ്യർക്കാണ് ചെയ്യുന്നത്. ആ മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിൽ
ഈ പറഞ്ഞ കുറച്ച് കടപ്പാടും കുറച്ച് ബന്ധങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പിന്നെ മനോഹരമായ ഒരുപാട് പഴഞ്ചൊല്ലുകൾ തരൂർജി മലയാളത്തിലുണ്ട് ഈ സാഹചര്യത്തിന് ചേരുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. തേളിനെ രക്ഷിച്ചാൽ രക്ഷിച്ചവനെയും കൊട്ടും. നമ്മൾ ഏതെങ്കിലും തേളിനെ രക്ഷപ്പെടുത്തിയാൽ തേളിൻ്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവമുണ്ട്. അത് ഈ പിടിച്ചു മാറ്റുന്ന കയ്യിൽ തന്നെ അത് ചിലപ്പോൾ കടിക്കും. ചോറ് തന്ന കൈക്ക് കടിക്കരുത്. കയറിയിരുന്നുണ്ട പന്തലിൽ ഇറങ്ങിയിരുന്നുണ്ണരുത്. നമ്മൾ എവിടെയെങ്കിലും ഒരു പന്തലിൽ ചെന്ന് കയറിയിരുന്ന ആഹാരം കഴിച്ച് വയറ് നിറച്ചേച്ച് പിന്നെ ആ കയറിയിരുന്നതിൻ്റെ ഒരു മര്യാദ കാണിക്കാതെ ഇറങ്ങിയിരുന്ന് ഉണ്ണരുത്. പിന്നെ അന്നമിട്ട വീട്ടിൽ കന്നം കെട്ടരുത്. കുടിച്ച മുല കടിക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു മുലയിൽ നിന്നാണ് പാല് കുടിച്ച് വളർന്നതെങ്കിൽ ചിലപ്പോൾ അറിയാതെയോ തിരിച്ചറിവില്ലാതെയോ കടിച്ചെന്ന് വന്നേക്കും. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു മുല കാണുമ്പോൾ ഇതിനെ കടിച്ച് മുറിച്ച് കളയരുത്. മൂട് മറന്നാൽ മൂഢത്വം. തേച്ച മരത്തിൽ മൂർച്ച നോക്കരുത്. മൂക്കിന്മേലിരുന്ന് വായിൽ കാഷ്ടിക്കരുത്. എവിടെയെങ്കിലും ആരെങ്കിലും മൂക്കിലിരിക്കാനൊരു അവസരം തന്നാൽ എന്നാൽ ആ അവസരത്തിൽ ഇരുന്ന് ഒന്ന് വിടർന്ന് ഒന്ന് ശരിയായ ശേഷം വായിൽ കാഷ്ടിച്ച് കളയാം എന്ന് വെക്കരുത്. ചെരുപ്പ് കൊടുത്തവനെ മുഖത്ത് ചവിട്ടരുത്. തിന്നു കൂറ് കൊണ്ടവൻ കൊന്നുകൂറ് കാണിക്കും. തിന്ന് കൂറ് കൊണ്ടവൻ കൊന്നാണ് പിന്നെ കൂറ് കാണിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഉദാഹരണങ്ങളും നല്ല വചനങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പം തരൂർജി പറക്കുന്ന കിളിയെയും അല്ലെങ്കിൽ പറന്നു പോകുന്ന കിളിയുടെ ചിറകിൻ്റെ ശക്തിയെയും ഒന്നും മാത്രമല്ല നോക്കേണ്ടത്. അങ്ങ് നോക്കേണ്ടത് ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കണം. ആരാണ് കൂട് തന്നത്, ആരാണിരിക്കാൻ പ്രതലം തന്നത്, എവിടെ നിന്നാണ് ഇതൊക്കെ ആയത്, എങ്ങനെയാണ് ഇവിടെയൊക്കെ എല്ലാവരും അറിയാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്ന സംഗതി കൂടി അങ്ങ് ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ഈ സാധനം ഇവിടെ നിൽക്കുമ്പോൾ മീശ എന്ന് നമ്മൾ പറയും. എന്നാൽ അത് വടിച്ചു കളയുമ്പോൾ നമ്മളത് പൂട എന്നുള്ളൊരു ഗണത്തിലേക്ക് തള്ളി അങ്ങ് കളയും. ഇവിടെ നമുക്കിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. പക്ഷേ വടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാരും ഓർക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ ഉദാഹരണം അങ്ങയ്ക്ക് തന്നെ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.